ഹലോ, ഹായ് വിവേഴ്സ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കപ്പപ്പുട്ടാണ്. കപ്പയും റവയും കൂടെ ഉള്ള ഒരു പുട്ട്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ വീഡിയോ? ഇതാ, അതിന് ഞാൻ കുറച്ച് കപ്പ, 1/2 കിലോ കപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു 4 പേർക്കുള്ളതാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതാ 1/2 കിലോ കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ നല്ല കപ്പ നോക്കി വാങ്ങിക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കപ്പയായിരിക്കണം. പിന്നെ ചില കപ്പകളൊക്കെ കേട് വന്നാൽ നമുക്ക് പറഞ്ഞാൽ രുചി കിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ ഒന്ന് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഈ കാണുന്നത് പോലെ നിങ്ങൾ കട്ട് ചെയ്യണം. നീളത്തിൽ ചെണ്ടക്കപ്പ നമ്മൾ ഉണ്ടാക്കില്ലേ, അതേപോലെ നീളത്തിലായിരിക്കണം മുറിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ നല്ലൊരു ഗ്രേറ്റർ എടുത്തിട്ട് ഇതേപോലെ കണ്ടോ, ഇതേപോലെ എന്താ നിങ്ങളുടെ അടുത്ത് ഗ്രേറ്റർ ഉള്ളത് വെച്ചാൽ ഇതന്നെ വേണമെന്നില്ല. ഏത് ടൈപ്പിലാണോ ഗ്രേറ്റർ ഉള്ളത് വെച്ചാൽ നിങ്ങൾ ഗ്രേറ്റർ എടുത്തിട്ട് അതിൽ ഈ കാണിക്കുന്ന പോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇത് മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മൾ ഗ്രേറ്റ് ചെയ്യേണ്ടത്. ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ 2 ടൈപ്പ് ഉണ്ടാവും ഗ്രേറ്റ് ചെയ്യുന്നത്. വളരെ നൈസ് തിന്നായിട്ട് കിട്ടുന്നതുകൊണ്ട് കുറച്ച് അതൊന്നും കൂടിയ കനം കിട്ടുന്നതുണ്ട്. അപ്പം നമുക്ക് കനം കൂടുതലുള്ളതിൽ വെച്ചിട്ട് നിങ്ങൾ ഗ്രേറ്റ് ചെയ്യണം. ആ മിനുസത്തിൽ നിങ്ങൾ ഒരിക്കലും ഗ്രേറ്റ് ചെയ്യരുത്. അപ്പം നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പുട്ടിന് നനയ്ക്കണ പോലെ നനച്ചെടുക്കണമല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എനിക്കിതിൽ ഉപ്പിടുന്നത് കാണിക്കാൻ പറ്റിയില്ല. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അടച്ച് വെച്ചോളൂ. 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് കൊടുക്കുക. അപ്പോഴാണ് അതിലത്തെ ഒരു പാലൊക്കെ ഊർന്ന് വരുള്ളൂ എന്ന്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനത് എടുത്തിട്ട് ഒന്നും കൂടെ നമ്മൾ നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് എല്ലാവിടേക്കും ആക്കാൻ വേണ്ടി കൈയും കൊണ്ട് നന്നായിട്ടൊന്നും കൂടെ തിരുമ്മുക നമ്മൾ. ഇത് കണ്ടോ, എന്നിട്ട് തിരുമ്മിയതിൻ്റെ ശേഷം ഇങ്ങനെ കയ്യിൽ അങ്ങനെ ഉരുളയാക്കി എടുത്തിട്ട് ഇങ്ങനെ പിഴിയുമ്പോൾ അതിന് നന്നായിട്ട് പാല് ഇറങ്ങി വരുന്നതായിട്ട് കാണാം. കണ്ടോ, പാല് വരുന്നത് കണ്ടില്ലേ? ഈ പാല് കംപ്ലീറ്റ് നിങ്ങൾ പിഴിഞ്ഞെടുക്കണം. കയ്യിൽ മാറ്റി വയ്ക്കുക. കണ്ടോ, പാല് വരുന്നത് കണ്ടില്ലേ? ഇതേപോലെ നമ്മളെല്ലാ കംപ്ലീറ്റ് എത്രയാണോ ഉള്ളത് വെച്ചാൽ അതിൻ്റെ പാല് നമ്മൾ കംപ്ലീറ്റ് മുഴുവൻ എടുക്കണം കേട്ടോ. നന്നായിട്ട് സ്ക്വീസ് ചെയ്തോളൂ. ഒട്ടും തന്നെ അതിൽ പാലിൻ്റെ ആവശ്യമില്ല. ചില കപ്പ കയക്കുന്നതായിരിക്കും. അപ്പം നമ്മളത് അങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പാലോട് കൂടെ നമ്മൾ മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ അത് അത്ര ടേസ്റ്റ് കിട്ടാറില്ല, പിന്നെ കുഴഞ്ഞിരിക്കും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചേർക്കുന്നത്. ഇനി ഞാൻ അതിലേക്ക് റവയാണ് ഞാൻ ചേർക്കുന്നത്. ഇതാ ഈ ഒരു കപ്പ് അളവിലാണ് ഞാൻ റവ എടുത്തിരിക്കുന്നത്. അതായത് 240 കപ്പാണ് അത് എടുത്തിരിക്കുന്ന അളവ്. അന്ന് കുറച്ച് ശകലം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ റവ ഇട്ടതിൻ്റെ ശേഷം മാത്രമേ ഉപ്പ് തിരുമ്മിയതിൻ്റെ ശേഷം നോക്കുക ഉപ്പുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ അല്പം ഒരു തുള്ളി ഉപ്പ് വെള്ളം തളിച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ശരിയാക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്കിതിൽ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഞാൻ ആദ്യം ആ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട സമയത്ത് കറക്റ്റാണ് എനിക്ക് അളവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ റവയും കൂടെ ഇട്ടിട്ട് മിക്സാക്കി. ഈ കാണുന്നത് കണ്ടോ, ഇതേപോലെ ആയിരിക്കണം നിങ്ങൾ മിക്സ് ആക്കേണ്ടത്. നമ്മൾ കയ്യിൽ ഇങ്ങനെ ഉരുണ്ട പിടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കണം. ആ റവയും ഇതും കൂടെ അവിടെ നിൽക്കണം. അതേപോലെ ആയിരിക്കണം നമ്മൾ മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. നിങ്ങൾക്ക് വീട്ടിലെ ആൾക്കാർ മെമ്പേഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കപ്പയുടെ ക്വാണ്ടിറ്റി കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് റവയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം. കപ്പ എത്രയാണോ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പാകത്തിന് നമ്മൾ റവ ഇടുക. അപ്പോൾ അത് ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് തുറന്ന് നോക്കുക. നമുക്കിതാ കണ്ടോ, ഇപ്പോൾ ആ കപ്പയിൽ ബാക്കിയുള്ള ആ വെള്ളമൊക്കെ, കപ്പയുടെ വെള്ളമൊക്കെ ഈ റവയ്ക്കകത്ത് പിടിച്ചിട്ട് ശരിക്കും ഒരു പുട്ടുപൊടിയുടെ പരുവത്തിൽ നമുക്ക് കിട്ടും. കണ്ടോ? ഇനി അഥവാ നിങ്ങൾക്ക് ശകല റവ കൂടി പോയി എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ അല്പം ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കുക. എന്നിട്ട് പുട്ടിൻ്റെ പൊടി കുഴയ്ക്കുന്ന പോലെ നമുക്ക് കുഴച്ചെടുക്കുക. ഇനിയാണ് ഞാൻ അതിലേക്ക് ഒരു സീക്രട്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റും അതിൻ്റെ മണവും ഒക്കെ കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഞാനൊരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നത്. കപ്പപ്പൂട്ട് എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ മെത്തേഡിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഇതിനൊരു പ്രത്യേക മണവും രുചിയാണ്. അതിലേക്ക് ഞാനൊരു ഭംഗിക്കാണ് കേട്ടോ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, കുറച്ച് ഒരു കുഞ്ഞു കഷ്ണം, ഒരു ഭംഗി, കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിർബന്ധമില്ല. നിങ്ങൾക്കത് വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇട്ടിട്ട് മിക്സാക്കി. ഇനി പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കപ്പയുടെ കൂടെ റവ ഇട്ട് മിക്സാക്കി കഴിഞ്ഞാൽ അതൊരു 10 മിനിറ്റ്, നമ്മൾ 10 to 15 മിനിറ്റ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷം പുട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ
10 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇതാ, അപ്പോൾ ഞാൻ ഈ പുട്ടും പാത്രത്തിലേക്ക് ഞാനിത് നിറയ്ക്കുകയാണ്. സാധാ പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്. അതേപോലെ നമ്മൾ പുട്ട് ഉണ്ടാക്കുന്ന പാത്രത്തിൽ, അതായത് പുട്ടിൻ്റെ വെള്ളം സ്റ്റീം ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലും ഇതേപോലെ 1 സ്പൂൺ 1.5 സ്പൂണ് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലുണ്ടാക്കി കഴിഞ്ഞാൽ ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് ഉണ്ടാവും. അതും കൂടെ ഈ പുട്ടിനകത്തേക്ക് കയറും. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും. നമുക്ക് ആ പുട്ട് കഴിക്കാൻ, ആ മണം വരുമ്പോഴേ കഴിക്കാൻ തോന്നും. ആവുന്നതിൻ്റെ മുന്നാലെ ആവി കയറുന്ന സമയത്ത്, ആ സ്റ്റീം വരുന്ന സമയത്ത് ഒരു മണം ഉണ്ടാവുമല്ലോ, അപ്പോഴേ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും. അത്രയും നല്ലൊരു ടേസ്റ്റും നല്ല മണത്തോടും നല്ല ഗുണത്തോടും ഉള്ള ഒരു പുട്ടാണ് ഇത്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഈ കപ്പപ്പുട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാൻ പറയുന്ന മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ ഉണ്ടാക്കുമ്പോഴാണ് അതേയുള്ള ടേസ്റ്റിൽ നിങ്ങൾക്ക് കഴിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ, ഞാനെല്ലാം സ്റ്റവിൽ പാത്രത്തിൽ വെച്ചു. പുട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് വേവിക്കണം. കാരണം കപ്പയാണ്, കപ്പയ്ക്ക് ചിലപ്പോൾ കുറച്ച് വേവ് കാണും. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റായി, നന്നായിട്ട് സ്റ്റീം വന്നു. ഇനി നമുക്ക് അത് എടുക്കാവുന്നതാണ്. ഈ പുട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കും. കപ്പ എവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞ അളവിൽ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു 3 കുറ്റി പുട്ടയിടാൻ നമുക്ക് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് 4 പേർക്ക് ഇത് ധാരാളമാണ്. ഇന്ന് രാത്രിക്ക് ഞങ്ങൾക്ക് പുട്ടാണ്, കപ്പ പുട്ടാണ് ഇന്ന്. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്, പുട്ട് എടുക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ കപ്പപ്പുട്ട് എന്നുള്ളത്. എടുത്ത് നോക്കാം. എടുക്കുന്നു. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, എവിടെയും ഒട്ടലോ പിടിക്കലോ ഒന്നുമില്ല. സാധാ അരിപ്പുട്ടിനേക്കാളും അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഇത് കഴിക്കാം. ഇത് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഇനി കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത്. പിന്നെ കടലക്കറിയുടെ കൂടെ കഴിക്കാം. ഇനി ചിക്കൻ കറിയോ മീൻ കറിയോ എന്താണോ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് വെച്ചാൽ ഈ ഒരു കപ്പപ്പുട്ട് എല്ലാറ്റിൻ്റെ കൂടെയും പോകുന്നതാണ്. അത്രയും നല്ലൊരു ടേസ്റ്റാണ് ഈ പുട്ടിന്. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ കപ്പപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കപ്പ എവിടെ കണ്ടാലും നിങ്ങൾക്ക് തോന്നും, ഓ ഇത് വാങ്ങിച്ച് നമുക്ക് പുട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അത്രയും നല്ലൊരു ടേസ്റ്റാണ് ഈ കപ്പപ്പുട്ടിനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കി എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.